അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. സാറ്റർഡേ നല്ല മീൻ കിട്ടിയായിരുന്നു. നമ്മുടെ നാട്ടിലെ അയില പോലത്തെ ഒരു മീൻ. അയിലയാണോയെന്ന് ചോദിച്ചാൽ അയിലയല്ല, പക്ഷേ അയിലേൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും മാങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഇപ്പുറത്ത് അടുപ്പിൽ നിന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീട്രൂട്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞു ഫോണിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് തൊലി കളയുന്നത്. അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. നമുക്ക് പണിയെടുക്കുന്ന ഒരു മൂഡ് ഉണ്ടാവില്ല എന്നൊക്കെ പറയും, എന്നാലും പണിയെടുക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. അപ്പോൾ തോലൊക്കെ പീൽ ചെയ്ത് ബീട്രൂട്ടും ഒരു 3 ബീട്രൂട്ടും 2 ക്യാരറ്റും കൂടെ തോരൻ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിൽ ഇതേപോലെ വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ തോരന് വേണ്ടിയിട്ട് തോലൊക്കെ കളയുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും എൻ്റെ മീൻകറി റെഡിയായി. മീൻകറീനെ മണം കിട്ടുമ്പോഴേക്കും ദൈവം ഓടി വന്നു കേട്ടോ. എന്നിട്ട് തവിയെടുത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയായിരുന്നു മീൻ പൊട്ടിപ്പോകും ദേവൂട്ടിയെ ഇളക്കല്ലാന്ന്. അപ്പം ഞാൻ ഒന്നുകൂടി ഇളക്കട്ടെ അമ്മയെന്നും പറഞ്ഞിട്ട് ദേവൂട്ടി അമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കറി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കറിയൊക്കെ ടേസ്റ്റ് ചെയ്ത് ഒക്കെ ഇങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ മീൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. മുളകിട്ടിട്ടാണ് വെച്ചത്. അപ്പോൾ മീൻ കറി റെഡിയായി. അപ്പോഴേക്കും മീൻ വറുക്കേണ്ടതൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മുളകൊക്കെ ഇട്ട് വെച്ച മീൻ ഇതാ വറുക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്കും മീൻ കറി മാറ്റിയിട്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ തോരൻ വെച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു. ഞാൻ പീലൊക്കെ കളഞ്ഞ് മുറിച്ചൊക്കെ എടുത്തു. അപ്പോൾ ബീട്രൂട്ട് തോരൻ ഞാൻ അധികം ചട്ടിയിലാണ് കേട്ടോ തോരനൊക്കെ ഉണ്ടാക്കാറ്. കടുവൊന്നും പൊട്ടിക്കാതെ ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ച് ഇത്തിരി ഓയിൽ അതിൻ്റെ മേലിലോട്ട് ഒരു മണത്തിനായിട്ട് ഇത്തിരി ഓയിൽ മാത്രം നനക്കും. അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അതാകുമ്പോൾ കുറേ ഓയിൽ നമ്മുടെ വയറ്റ് പോലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ടേസ്റ്റിയാണ്, അത്ര വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ കാബേജൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതേപോലെ കടുക് പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കുക. കാബേജ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എനിക്ക് ടേസ്റ്റായി തോന്നാറില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ട് 2 കറി വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പച്ചക്കറി ഉണ്ട്, നമ്മുടെ പരിപ്പും താലോലിയും എന്ന് പറഞ്ഞ പച്ചക്കറി ഉണ്ടല്ലോ, അതാണ് മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് പച്ചക്കറി വെക്കുന്നത്. അപ്പോൾ ചോറും കറിയൊക്കെ ആയി. ഇത് ചട്ടിയിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ പച്ചക്കറി ഇതവിടെ വെച്ചു. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ വറുത്തതും. അപ്പോൾ